ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തരുണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോബിൻ ഉണ്ടെങ്കിൽ കുണ്ട്രയിലാണ് നിൽക്കുന്നത്. കുണ്ട്രക്കാർക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരും ഇനി പട്ടിണി കിടക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നമ്മളിവിടെ കൊണ്ടുവരുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോരുത്തരെ ഓരോ രീതിയിൽ ആൾക്കാരെയൊക്കെയാണ് നിർത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവരെ പുറത്തുള്ള ആൾക്കാരെ നിർത്താതെ ഇതേ കണക്കത്തുള്ള ഭയങ്കര സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫെയിമുള്ള ആൾക്കാരെയാണ് ഇതേ കണക്ക് കൊണ്ടുവന്ന് ഇലക്ഷനൊക്കെ നിൽക്കുന്നത്. മിക്ക ആൾക്കാരും അങ്ങനെ വരുന്നവരൊക്കെ പൊട്ടി പാവറുണ്ട്, ഇല്ലാത്തവരും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ മാക്സിമം ഇങ്ങനത്തുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിക്കുന്നതിന് പകരം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് താഴെ നിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഒന്നും വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലും ഒരു ഫെയിമോ ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുന്നവരെ ആയിരിക്കും ഇതേ കണക്കുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് നിർത്തുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതേ കണക്ക് വന്നവർക്ക് അവരുടെ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും എന്തോന്നും ഒരു നേരെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഈ ഇലക്ഷൻ സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് അവരുടെ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ഉണ്ടെങ്കിൽ നേരെ അറിയാത്ത ഒരുപാട് പേര് ആൾക്കാരുണ്ട്. എന്നിട്ടും അവരെയൊക്കെ നിർത്തുന്നുണ്ട്. അതിന് പകരം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ഉള്ളവരെ നിർത്തുന്നതിന് പകരമാണ് ഇതിനകത്തുള്ള ആൾക്കാരെയൊക്കെ നിർത്തുന്നത്.